ഹേ ഗായ്സ്, ഇത് ഞങ്ങൾ കൂർക്ക് പോയ വീഡിയോ ആണ്. ഞാനിപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്, പോസ്റ്റ് ചെയ്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മാംഗ്ലൂരിൽ നിന്ന് കൂർഗിലേക്ക് പോകാൻ ഏകദേശം ഒരു 6 hours ഉണ്ട്. നമ്മൾ കുറേ ആയിട്ട് കൂർഗിൽ പോകണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും അക്ഷരം മാത്രമല്ല, എലഞ്ചിച്ചും ചേട്ടായി എല്ലാവരും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര സൂപ്പർ ബിരിയാണി ആയിരുന്നു. കുറച്ച് അവിടേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നല്ല ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം മഴയും തണുപ്പൊക്കെ ഉണ്ടായി കൂർഗ് എത്താനാകുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി, മോൺട്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര സ്വീറ്റ് വെൽക്കമിങ് ഒക്കെ ആയിരുന്നു. അവർ തന്ന ജ്യൂസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ സാധാരണ ഇങ്ങനെ എല്ലാ ജ്യൂസും കുടിക്കാറില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലെയിൻ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. നമ്മുടെ റൂം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയായിരുന്നു. അത് അടുത്തടുത്ത് തന്നെയായിരുന്നു നമ്മുടെ റൂം. അതായത് നമ്മുടെ ബാൽക്കണി നോക്കിയാൽ അവരെ ബാൽക്കണിയിലേക്ക് കാണാം. അങ്ങനെ അടുത്തായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നൈസായിരുന്നു. കുറേ പിൻട്രസ്റ്റി വൈബിലുള്ള കുറച്ച്, അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് വൈബ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ കുറച്ച് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഈവൻ വാഷ്റൂം ആണെങ്കിലും നല്ലതായിരുന്നു. പിന്നെ ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂൾ സൈഡ് കാണാം. അപ്പോൾ നമ്മൾ പിന്നെ റൂമിലെത്തി കുറച്ച് നേരം നമ്മളുടെ അൺപാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഈവനിങ് ഒന്ന് പുറത്ത് താഴത്തേക്ക് പോകാം, ഒരു ഈവനിങ് വാക്കിന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ നമ്മൾ കോഫി കുടിച്ചു. കോഫി മാത്രമല്ല, എനിക്ക് കോഫി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതെടുത്ത് പറയണം. കോഫി ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. ബട്ട് ദെൻ പിസ്സ കൊള്ളായിരുന്നു. പിസ്സയും പിന്നെ നമ്മൾ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി. പക്ഷേ കോഫി വാസ് വെരി ബാഡ്. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തു. എനിക്ക് അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഫി രസമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോകുന്ന ശേഷം നമ്മൾ അവിടുത്തെ മാനേജർ കണ്ടു. ആളൊരു മലയാളിയാണ്, കാസർഗോഡ് തന്നെ. അപ്പോൾ ആൾ നമ്മളോട് പറഞ്ഞു ഇതിൻ്റെ ഔട്ട്ലെറ്റ് വേറെ കേരളത്തിലും മൂന്നാറിലും ആലപ്പുഴ അവിടെ ഇടയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആൾ പറഞ്ഞു ഇവിടെ ഒരു മിനി തിയേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയിട്ട് മൂവി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. അപ്പം ഐ തിങ്ക് അവതാറോ ഏതോ ഒരു ഫിലിം ആണ് അവിടെ പ്ലേ ചെയ്തത്. നമ്മൾ കുറച്ച് നേരം അത് കണ്ടിരുന്നു, നല്ല രസമുണ്ടായി അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ക്യാമ്പ് ഫയറിൻ്റെ അവിടെ കുറച്ച് നേരം ചൂടൊക്കെ ആക്കി നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കാണാൻ പോയി. ആക്ച്വലി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നത്, പക്ഷേ തണുപ്പ് കാരണം നമ്മൾ ആ പ്ലാൻ ക്യാൻസലാക്കി. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ ആ ഒരു 9:30 ആയപ്പോഴത്തേക്ക് അവിടെ 10 o'clock വരെ ഫുഡ് കൊടുക്കുള്ളൂ. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബൊഫേ ആയിട്ട് എടുക്കാം. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. നമുക്ക് എക്സ്ട്രാ ബൊഫേ എന്ന് പറയുമ്പോൾ പെർ പേഴ്സൺ 1000 സംതിങ് എന്തോ വരും. പക്ഷേ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നൂഡിൽസ് എന്തെങ്കിലും കഴിക്കാമെന്ന്. പിന്നെ സൂപ്പും കാര്യങ്ങളൊക്കെ ഇവർ ഓർഡർ ചെയ്തത്. ഞാൻ പൊതുവേ ഇതിന് സൂപ്പൊന്നും കുടിക്കില്ല, പക്ഷേ ഇവർ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സൂപ്പ് കുടിച്ചു. ഇറ്റ് വാസ് ഗുഡ്. ദെൻ നമ്മൾ അവിടുത്തെ മോളിൽ ഇങ്ങനെ പ്ലേയിങ് സെക്ഷൻ ആൻഡ് ജിം സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുട്ടീനെ ഉറക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ പോയി കുറച്ച് നേരം ഗെയിംസ് ഒക്കെ കളിച്ചു. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ അങ്ങനെ ഗെയിം സെക്ഷൻ അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വൈബായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയി കിടന്നു. സോ ഇത്രയുള്ളൂ day 1. സോ നാളത്തെ day 2 വീഡിയോ ആയിട്ട് ഞാൻ വരാം. ആക്ച്വലി അതൊരു ഫ്ലോപ്പ് ഡേ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാം. ഓക്കെ, ബൈ ഗായ്സ്.